സത്യത്തിൽ ഇവിടെ എന്താണ് നടക്കുന്നത്? നമ്മളിവിടെ എന്താണ് നടന്നു പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ആരെയാണ് വിശ്വസിക്കേണ്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു 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 പ്രതിസന്ധി. ഇപ്പം കുറേ നാൾ ഇടതുപക്ഷം പറഞ്ഞു കോൺഗ്രസ്സുകാരെ വിശ്വസിക്കരുത്, അവർ കൂറുമാറുമെന്ന്. ഇപ്പോൾ വരുന്നു ശോഭാ സുരേന്ദ്രൻ, ബി ജെ പിയുടെ നേതാവായ ശോഭാ സുരേന്ദ്രൻ പറയുന്നു 90% ഇ പി ജയരാജനുമായിട്ടുള്ള എന്താണ് ബി ജെ പിയിലോട്ടുള്ള കൂടുമാറ്റത്തിനെ കുറിച്ചുള്ള ചർച്ച 90% പൂർത്തീകരിച്ചിരുന്നു, അവസാന നിമിഷം കൊണ്ട് പിന്മാറി എന്നുള്ളതാണ്. അപ്പം ഇതാരെ, എങ്ങോട്ടാണ് ഈ സംഭവം, ഇതൊക്കെ എങ്ങോട്ടാണ് പോണത്, എന്താണ് ഇവിടെ നടക്കുന്നത്, ഇത് ആരെ വിശ്വസിക്കേണ്ടുള്ള ഈ സാഹചര്യത്തിൽ? പിന്നെയും പറയുന്നത് കേട്ടു, ഈ ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് തിരുവനന്തപുരത്തുള്ള സ്ഥാനാർത്ഥി ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് ഇ പി ജയരാജൻ പിന്നെ പറയുന്നത് കേട്ടു. തൃശ്ശൂരിനെ കുറിച്ച് പറയുന്നത് കേട്ടു. ഇ പി ജയരാജൻ സത്യത്തിൽ ബി ജെ പിക്കാരനാണോ, അതോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം ഒരു സീറ്റ് ഓപ്പൺ ആക്കി